ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പുതിയൊരു വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തൃപ്പയാർ ശ്രീരാമ ക്ഷേത്രത്തിലേക്ക് പോയ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇൻട്രോ അതേമാതിരി കഴിഞ്ഞ ദിവസം പറഞ്ഞ മാതിരി തന്നെ തൊഴുത് വന്നതിന് ശേഷമാണ് ഇൻട്രോ എടുക്കുന്നത്. നീ കാണാനില്ല, നിക്ക് വരട്ടെ എന്നിട്ടിട് കുറച്ച് അതാണ് അപ്പുറത്ത് ആയുഷ്. കണ്ടാ പൈപ്പിൻ്റെ അവിടെ നിറയെ ഇവിടെ ഇതാ ഇവിടെ വന്ന് ഇട് ഇതാ കുറച്ചിടാ. അതാ അപ്പുറത്ത് അതാ വലിയ മീൻ. അയാളെടുത്തേ കിടലും ഫ്രെയിം പാറുണ്ട് ജി. ഫ്രെയിം കണ്ട കിട്ടില്ല, അതാണ്. അപ്പോൾ നമ്മൾ തൊഴുത് വരുന്ന അങ്ങനെ അതുവഴി വന്നിട്ട് പിന്നീട് നേരെ കിഴക്കേ നട കാണുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങനെ ഈ ഒരു കനാലിൽ ആ ഒരു ഇതിൽ വന്നിട്ട് വേണം നമ്മൾ ഈ ഒരു വ്യൂ കാണാനായി പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പോയ ഫ്രണ്ട് വ്യൂ ആണ്. അവിടുന്ന് തൊഴുത് വന്നതിന് ശേഷമാണ് ഈ ഒരു വ്യൂ എടുക്കാൻ. ഏകദേശം നമ്മൾ ശ്രീരാമ ക്ഷേത്രം കഴിഞ്ഞിട്ട് നേരെ കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. വന്ന ഉടനെ അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഒരു രക്ഷയില്ല. നോക്കിയോ, കിട്ടില്ലല്ലേ?
ആൽമരത്തിന് ശരിക്കും ഒരു വ്യൂ പോയിന്റ് കാണണം. ഇതിൻ്റെ ഒരു വ്യൂ ഒരു രക്ഷയില്ല, നോക്ക് കിട്ടില്ലേ. അപ്പോൾ എന്തായാലും ഉള്ളിൽ കയറി തൊഴുത് ഇറങ്ങിയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഈ സൈഡിലൂടെ വന്നിട്ട് നേരെ വന്ന് അവിടുന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നേരെ കുളത്തേക്ക് എത്തും. കുളം കണ്ട് നേരെ ഇറങ്ങി ഈ ഒരു കംപ്ലീറ്റ് വിളക്ക് സമയത്തായിരിക്കും വിളക്ക് വയ്ക്കുക. അപ്പോൾ ഈ ഒരു എൻട്രി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിന്റ് കാണും. ശരിക്കും എൻ്റെ പൊന്നു നോക്ക്, പൊളിച്ചില്ലേ. ആ ഒരു വ്യൂ പോയിന്റിൽ തന്നെ ശരിക്കും കുടൽമാണിക്യ ക്ഷേത്രത്തിലേക്ക് നമുക്ക് പിന്നെയും വരാൻ വേണ്ടി തോന്നും. ഇതിൽ വന്നിട്ട് അപ്പോൾ തൊഴുത് ഇറങ്ങിയ ശേഷം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ യാത്രയെ സ്നേഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഓരോ അമ്പലങ്ങളും നിങ്ങൾ സെർച്ച് ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്ന അമ്പലങ്ങളായി നിങ്ങൾ ഓരോന്നായിട്ട് യാത്ര ചെയ്യണം. കാരണം ഈ ഒരു കൂടൽമാണിക്യം ക്ഷേത്രം അടിപൊളി അതിന് കാണുമ്പോൾ കയറി അതിൻ്റെ വിഷ്വൽസ് കാര്യങ്ങൾ ആർക്കിടെക്റ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ ഭയങ്കര കാണാൻ തന്നെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്.